കോഴിക്കോട് വിമാനത്താവളത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി മലബാർ ഡെവലപ്മെന്റ് ഫോറം ധർണ. വിമാനത്താവളത്തെ തകർക്കാൻ അനുവദിക്കില്ലെന്ന് ധർണയിൽ പങ്കെടുത്തവർ പ്രഖ്യാപിച്ചു. വലിയ വിമാന സർവീസ് ആരംഭിക്കുക, റിസ നിർമ്മാണം വേഗം പൂർത്തീകരിക്കുക, കരിപ്പൂരിൽ നിന്നും ഹജ്ജ് യാത്രയ്ക്ക് പോകുന്നവരിൽ നിന്ന് അമിതമായ യാത്രാക്കൂലി ഈടാക്കുന്നത് അവസാനിപ്പിക്കുക, വിമാനത്താവള വികസനത്തിനായി അടുത്ത കാലത്ത് ഭൂമി വിട്ടു നൽകിയ പ്രദേശവാസികൾക്ക് അത്യാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ അനുവദിച്ച് പ്രദേശത്ത് മനുഷ്യാവകാശം നടപ്പാക്കുക, വിമാനത്താവളത്തിലെ കാർ പാർക്കിംഗ് തട്ടിപ്പു സംഘത്തെ മാറ്റി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുക, കോഴിക്കോട് മെട്രോ സർവീസ് ആരംഭിക്കാനുള്ള നടപടികൾ ഉടൻ തുടങ്ങുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. ധർണ CSI മലബാർ ബിഷപ്പ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിമാനത്താവളം വളരേണ്ടിയിരിക്കുന്നു. ഇനിയും ധാരാളം പുരോഗതി ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെയും അതുപോലെ തന്നെ വിമാനത്താവളത്തിൻ്റെതായ ഡെവലപ്മെന്റ് അതോറിറ്റിക്കും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്കും ഈ കാര്യത്തിൽ നമ്മളോട് അനുഭാവപൂർവമായ ഒരു സമീപനമുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ സമാധാനപരമായ ഗാന്ധിയൻ മോഡൽ ധർണ അവരുടെ എല്ലാം കണ്ണു തുറപ്പിക്കുന്നതാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വളരെ ദീർഘമായ പോരാട്ടത്തിൻ്റെ ഫലമാണ് നമ്മുടെ ഓരോ വിജയങ്ങളും. മലബാർ ഡെവലപ്മെന്റ് ഫോറം ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. മലബാർ ഡെവലപ്മെന്റ് ഫോറം പ്രസിഡന്റ് KM ബഷീർ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി ഖൈസ് അഹമ്മദ്, ഹസൻ തിക്കോടി, ഡോക്ടർ K മൊയ്തു, TR രാമവർമ്മ, PP ശ്രീധരനുണ്ണി, കോർപ്പറേഷൻ കൗൺസിലർ K മൊയ്തീൻ കോയ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.